നമസ്കാരം. സ്ത്രീയും കാമുകനും ചേർന്ന് ഭർത്താവിനെ ദാരുണമായി കൊലപ്പെടുത്തി. കർണാടകയിലാണ് നാടിനെ നടുക്കിയ സംഭവം. ഒടുവിൽ മൃതദേഹം 30 കിലോമീറ്റർ അകലെ ഉപേക്ഷിച്ചതായി പോലീസ് വ്യക്തമാക്കി. 50 വയസ്സുകാരനായ ശങ്കരമൂർത്തിയാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ സുമംഗല, കാമുകൻ നാഗരാജു എന്നിവർ ചേർന്നാണ് കൊലപാതകം നടത്തിയത്. തൂമക്കുരു ജില്ലയിലെ തിപ്തൂർ താലൂക്കിലെ കാദർഷെട്ടിഹള്ളിയിൽ ഇക്കഴിഞ്ഞ ജൂൺ 24-നാണ് സംഭവം. സംഭവത്തിന്റെ നടുക്കം പോലും മാറാതെ നാട്ടുകാരും. 50-കാരനായ ശങ്കരമൂർത്തി ഫാം ഹൗസിൽ തനിച്ചായിരുന്നു താമസം. തിപ്തൂരിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പാചകക്കാരിയായി ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ സുമംഗലയ്ക്ക് നാഗരാജു എന്ന പേരുള്ള യുവാവുമായി ബന്ധമുള്ളതായി ആരോപിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഇതോടെ ഭർത്താവ് തടസ്സമായി. ഇതോടെ ഇദ്ദേഹത്തെ കൊല്ലാൻ ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി. സംഭവ ദിവസം ഭർത്താവിന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞു. തുടർന്ന് സുമംഗല ഒരു വടികൊണ്ട് പൊതിരെ തല്ലുകയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കഴുത്തിൽ കാലമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. മൃതദേഹം ഒരു ചാക്കിൽ കെട്ടി 30 കിലോമീറ്റർ അകലെയുള്ള കൃഷിയിടത്തിലെ കിണറ്റിൽ തള്ളിയിട്ടു. ശങ്കരമൂർത്തിയെ കാണാനില്ലെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കേസ് അന്വേഷണത്തിനിടെ ഇദ്ദേഹത്തിന്റെ കിടക്കയിൽ മുളകുപൊടിയുടെ അംശമുള്ളതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ അടയാളങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു. ഇതോടെ സംശയം തോന്നിയ പോലീസ് സുമംഗലയെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഫോൺ കോൾ വിവരശേഖരണം കൂടി നടത്തിയതോടെ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുള്ളതായി കണ്ടെത്തി. ഒടുവിൽ സുമംഗല പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു.